ഇത് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നാട്ടിലെത്തി അന്ന് തന്നെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, അതായത് കോഴിക്കോട് ടൗണിലേക്ക് പോവുകയാണ്. ഞാനും ഹസ്ബൻഡും എൻ്റെ അനിയനും കൂടെയാണ് പോകുന്നത്. അവന് ടൗണിൽ ഒരു ഓഫീസിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പം അവന് അതിൻ്റെ ആവശ്യമായിട്ട് അവൻ അങ്ങോട്ട് പോയി. അതിനുശേഷം ഞാനും ഹസ്ബൻഡുമാണ് ടൗണിൽ കൂടെ കറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പുബേർട്ടി സെറിമണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഡ്രസ്സ്, ചെരുപ്പ്, അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ 2ാം ഗേറ്റിലാണ് അനിയനെ ഇറക്കി വിട്ടത്. അപ്പം അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മിൽക്ക് സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ ഒരു മിൽക്ക് സർബത്തിൻ്റെ കട കോഴിക്കോടുള്ള നല്ല കേരളത്തിലെ തന്നെ എല്ലാവർക്കും അറിയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ പഴയ പാരഗണിൻ്റെ നേരെ മുമ്പിലുള്ളതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല തണുത്ത നല്ലൊരു മിൽക്ക് സർബത്ത് കുടിച്ചപ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടി കേട്ടോ. ഇത് ട്രൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ മുമ്പേ പോകുന്നൊരു കടയാണ്. ഞാൻ പി ജിക്കും ഡിഗ്രിക്കൊക്കെ പഠിച്ചത് കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും പോവാറുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് പ്രാവശ്യം പോയതാണ്. കൂടാതെ ഞങ്ങൾ കോഴിക്കോട് ജോസഫ് റോഡായിരുന്നു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്തും ഞാൻ പോവാറുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൂട്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടെയും പോയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നല്ല ചൂട് സമയത്തൊക്കെ നല്ല തണുത്ത ഒരു മിൽക്ക് സർബത്തൊക്കെ കുടിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഈ ചേട്ടൻ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിനെ കണ്ടാൽ മതി, നല്ല രസമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കോഴിക്കോട് വരുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട് എന്നറിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കോഴിക്കോട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.